ഹായ് മക്കളെ, 2026 ജെയ് മെയിൻസ് ഫേസ് 1 എക്സാമിലെ 24th നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലെ 4th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം, 729, 81, 9, 1 etc. be a sequence അല്ലെ. Pn denotes the product of the first n terms of the sequence. Pn എന്ന് പറയുന്നത് ഫസ്റ്റ് n ടേംസിന്റെ പ്രോഡക്റ്റുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പി എന്നിന്റെ പവറായിട്ടൊരു 1/n കൊടുത്ത് കിട്ടുന്ന വാല്യൂവിന്റെ ഫസ്റ്റ് 40 ടേംസുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വില 3⁻α-1/3β ഫോർമാറ്റിലാണ് എങ്കിൽ ഈ ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വില എന്തെന്നാണ് ചോദ്യം. അപ്പൊ സീക്വൻസസ് ആൻഡ് സീരീസ് ആണ്. നമുക്കിവിടെ എന്തൊക്കെ വേണ്ടി വരും നോക്കി. ജി പി വേണ്ടി വരും. ജി പിയുടെ എന്താണ് എൻ ടേംസിന്റെ സമ്മ് വേണ്ടി വരും. ജി പിയുടെ എൻ ടേംസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഒരു ജി പി എടുക്കുകയാണെങ്കിൽ ജി പിയിലെ എൻ ടേംസിന്റെ സം എസ് എൻ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 1 - r⁻n/1 - r ആണ്. ആറിന്റെ വില 1നേക്കാൾ ചെറുതാണെങ്കിൽ, അതേപോലെ തന്നെ എ പി എടുക്കുമ്പോൾ എ പിയിലെ സം കാണേണ്ടി വരും. എ പിയിലെ സം കാണാൻ നമുക്ക് 2 റിസൾട്ട് ഉണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഉണ്ട്. അതോടൊപ്പം തന്നെ സം കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന ഫോർമുല ഉണ്ട്. പിന്നെ ഒരു എ പിയുടെ nth ടേം കാണാനുള്ള ഫോർമുല a പ്ലസ് n-1 ഇൻറ്റു ഡി ഉണ്ട്. ഈ തന്നിരിക്കുന്ന റിസൾട്ടുകളാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം നമുക്ക് തന്നിരിക്കുന്നു 729, 81, 91 etc. ഒരു സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഈ 729 എന്ന് പറഞ്ഞാൽ അത് 3⁻6 അല്ലേടാ. 3⁻6, 3⁻4, 3² 3⁻0 etc. കണ്ടോ, ഇത് ഒരു സീക്വൻസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സീക്വൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന പവറുകൾ നോക്കിയേ, 6, 4, 2, 0. ഇത് ശരിക്കും എന്താണ്? ഒരു എ പി അല്ലേ. നോക്കൂ, 6ൽ നിന്ന് 2 കുറഞ്ഞത് 4 കിട്ടും. 4ൽ നിന്ന് 2 കുറയുമ്പോൾ 2 കിട്ടും. 2ൽ നിന്ന് 2 കുറയുമ്പോൾ 0 കിട്ടും. അതൊരു എ പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ nth ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായാലും അവസാനം ഒരു nth ടേം ഉണ്ടാവും. ആ nth ടേം എന്ന് പറയുന്നതും 3⁻n ആയിരിക്കും. പക്ഷെ അതിന്റെ പവർ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ആ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ ഇവനെ ഒരു എ പി ആക്കി എടുക്കുക. അതായത് 6നെയും 4നെയും 2നെയും ഒക്കെ ഒരു എ പി ആക്കി എടുത്താൽ ഇതിന്റെ nth ടേം ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ an ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -2 ആണ്. അപ്പൊ nth ടേം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ -2 ആണ്. That is equal to 6 minus 2n plus 2 എന്ന് വരും. That is equal to 8 minus 2n എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പവർ 8 minus 2n എന്നായിരിക്കും. ഇതാണ് n ടേംസ് എന്ന് പറയുന്നത് അല്ലെ. ഈ തന്നിരിക്കുന്ന സീക്വൻസിലുള്ള n ടേംസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് വേണ്ട എന്താന്ന് നോക്കി, അവരുടെ എല്ലാം കൂടെ പ്രോഡക്റ്റ് വേണം. ഇവരുടെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 3⁻6 ഇൻറ്റു 3⁻4 ഇൻറ്റു 3² ഇൻറ്റു എക്സെട്ര ഇൻറ്റു ലാസ്റ്റ് 3⁻8 - 2n എന്ന് പറയുമ്പോൾ ഇതിനു പകരം നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ അത് a⁻m+n ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ 6 + 4 + 2 + എക്സെട്ര +8 - 2n എന്ന് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരു ഐഡിയയും കൂടെ കിട്ടി. എന്താ? ഈ തന്നിരിക്കുന്ന എ പിയുടെ n ടേംസിന്റെ സമ്മാണ് അവിടെ പ്രോഡക്റ്റ് മുകളിൽ വരിക.
അപ്പൊ ഇവന്റെ ഈ തന്നിരിക്കുന്ന ഒരു എ പി ആണ്, ഇവരുടെ സം എടുക്കണം, n ടേംസിന്റെ സം എടുക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ആ n ടേംസിന്റെ സം എടുക്കാം. എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 8 - 2n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഇവിടെ എത്ര കിട്ടും, 14 - 2n എന്നാണ് കിട്ടുക. ഈ തന്നിരിക്കുന്ന n/2 അങ്ങ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താലോടാ n ഇൻറ്റു 7 - n എന്നാണ് കിട്ടുക, അല്ലെ? n ഇൻറ്റു 7 - n എന്ന് കിട്ടും. ഇതാണല്ലോ സം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം, 3n ഇൻറ്റു 7 - n എന്നാണ് കിട്ടുക. ഇതാണ് പി എൻ എന്ന് പറയുന്ന വില. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എൻ. പി എൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് എന്താണ്, പി എൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നു, പി എൻ ഈസ് ഈക്വൽ ടു പി എൻ ഡിനോട്ട്സ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. അപ്പൊ പി എൻ കിട്ടിയെങ്കിൽ നമുക്ക് വേണ്ടത് പി എന്നിന്റെ പവർ ആയിട്ട് ഒരു 1/n കൂടെ വേണം. അപ്പൊ പി എൻ ദ ഹോൾ റേസ് ടു 1/n ഈക്വൽ ടു പി എൻ ദ ഹോൾ റേസ് ടു 1/n ഈക്വൽ ടു 3n ഇൻറ്റു 7 - n the whole raised to 1/n, that equal to 3⁻⁷ - n എന്ന് മാത്രം വരും. കണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് ഇതിന്റെ സിഗ്മ അതാ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 2 ഇൻറ്റു സിഗ്മ n is equal to 1 to 40, n is equal to 1 to 40 Pn the whole raised to 1/n, that equal to twice of sigma n is equal to 1 to 40, sigma n is equal to 1 to 40 3⁻⁷ - n കണ്ടല്ലോ. ദാറ്റ് ഈക്വൽ ടു, ഇത് ഏത് രൂപത്തിലാണെന്നാ പറഞ്ഞേക്കുന്നത്, നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞു 3α - 1/3 ബീറ്റ. ഇത് 3α -1/3 ബീറ്റ രൂപത്തിലാണ് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ട്വൈസ് 2 ഇൻറ്റു ഈ തന്നിരിക്കുന്ന എന്നിന് 1 കൊടുക്കുമ്പോൾ അത് 3⁻⁶ ആവും. അടുത്ത പ്ലസ് സം ആണ്, എന്നിന് 2 കൊടുക്കുമ്പോൾ അത് 3⁵ ആകും. എന്നിന് 3 കൊടുക്കുമ്പോൾ അത് 3⁴ ആകും. അങ്ങനെ പ്ലസ് എക്സെട്ര പ്ലസ് എന്നിന് 40 കൊടുക്കുമ്പോൾ അത് 3⁻⁻33 വരെ ആവും. ഇതിന്റെ വാല്യൂ 3⁻α - 1/3 ബീറ്റ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിപ്പോ എന്തായിട്ട് മാറി, ഒരു ജി പിയുടെ സം ടു n ടേംസ് ആയി. ജി പിയുടെ സം ടു n ടേംസ്, ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3⁶ ആയി, കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആയി. കണ്ടോ, ഒരു 3 വീതം ഡിവൈഡ് ചെയ്ത് പോവാണ്. ഓക്കെ, 3 വീതം ഡിവൈഡ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര ടേം ഉണ്ടെന്നാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെ? ഇവിടെ നമുക്ക് 40 ടേംസ് ആണ്, അല്ലേ? 1 തുടങ്ങി 40 വരെ. ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഇത് 40th ടേം ആണ്. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ ചെയ്യുന്നത് 2 ഇൻറ്റു എ, നമുക്കറിയാം എസ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ എ ഇൻറ്റു 1 - r⁻n. നമ്മൾ നേരത്തെ എഴുതി 1 - r⁻n/1 - r ആണ്. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് 3⁻6 ഇൻറ്റു 1 - r⁻n എന്ന് പറയുമ്പോൾ ഇവിടെ 1/3⁻40 the whole divided by 1 - r, 1/3. ഇത് 3⁻α - 1/3 ബീറ്റ ഫോർമാറ്റ് ആണ്. സോ 2 ഇൻറ്റു 3⁻6 ഇൻറ്റു ഈ 3⁻40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3⁻40 - 1 divided by 3⁻40 the whole divided by 3 - 1 എന്ന് പറയുമ്പോൾ 2/3, that is equal to 2 ഇൻറ്റു 3⁻6 ഇൻറ്റു
3 raised to 40 minus 1 divided by ഈ 3 raised to 40 ഇനി ഡിനോമിനേറ്ററി വരും 3 raised to 40 into 2 by 3 അങ്ങ് മുകളിലേക്ക് പോകും അല്ലെ that is equal to 3 raised to alpha minus 1 by 3 raised to beta. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് നോക്കിയേ 3യും 3 raised to 6ഉം കൂടെ 3 raised to 7 ആണ് അത് താഴെ വെട്ടുമ്പോൾ ഇവിടെ 3 raised to 33 എന്ന് കിട്ടും അല്ലെ ഈ 2ഉം ക്യാൻസൽ ആവും അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടി 3 raised to 40 minus 1 by 3 raised to 33. അപ്പൊ ആൽഫയുടെ വില the value of alpha is equal to 40 and the value of beta is equal to 33. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ മക്കളെ ആൽഫ പ്ലസ് ബീറ്റ ആണ് ആൽഫ പ്ലസ് ബീറ്റയുടെ വില എന്ന് പറയുമ്പോൾ 40 പ്ലസ് 33 that is equal to 73 എന്ന ആൻസർ കിട്ടും 73 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ